തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ഹരിയാനയിൽ ബി.ജെ.പി കച്ചമുറുക്കി ഇറങ്ങിയിരിക്കുകയാണ്. ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ ബി.ജെ.പിയിൽ തകൃതിയായാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ ചീഫ് ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. യുവാക്കളെയും മുൻ എം.പിമാർ ഉൾപ്പെടെയുള്ളവരെയും മത്സരത്തിനിറക്കാനുള്ള ആലോചനയിലാണ് നേതൃത്വം. 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ഹരിയാന മുഖ്യമന്ത്രി നയാബ് സൈനി, മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയ നേതാക്കളാണ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത്. ഓരോ മണ്ഡലത്തിലും 3 നേതാക്കളുടെ പേരുകളാണ് പരിഗണിക്കുന്നത്. ഇവരിൽ ഏറ്റവും വിജയസാധ്യതയുള്ളവർക്ക് നറുക്കുവീഴും. ഇന്നത്തോടെ ആദ്യ 50 പേരുടെ പട്ടിക നേതൃത്വം പുറത്തുവിട്ടേക്കും. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ബി.ജെ.പിക്കെതിരെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സിറ്റിംഗ് എം.എൽ.എമാർക്കും സീറ്റ് നഷ്ടമായേക്കും. നിലവിൽ 40 എം.എൽ.എമാരാണ് ബി.ജെ.പിക്കുള്ളത്. ഇതിൽ 20 എം.എൽ.എമാർക്ക് സീറ്റ് ലഭിച്ചേക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ. പല മന്ത്രിമാരും സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്നും പുറത്തായേക്കും. 2 തവണ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടവർക്കും സീറ്റ് ലഭിച്ചേക്കില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്ന വിജയസാധ്യതയുള്ള നേതാക്കൾക്ക് സീറ്റ് ലഭിച്ചേക്കാം. കായിക താരങ്ങളെയും 20 യുവ സ്ഥാനാർത്ഥികളെയും നേതൃത്വം പരിഗണിച്ചേക്കും. മുതിർന്ന നേതാക്കളുടെ മക്കളും ഇക്കൂട്ടത്തിൽപ്പെടും. ഗുഡ്ഗാവ് എം.പി റാവു ഇന്ദ്രജിത് സിംഗിന്റെ മകൾ ആരതി, രാജ്യസഭാ എം.പി കിരൺ ചൗധരിയുടെ മകൾ ശ്രുതി, കുൽദീപ് ബിഷ്ണോയിയുടെ മകൻ ഭവ്യ എന്നിവർക്ക് സീറ്റ് ലഭിച്ചേക്കുമെന്നാണ് സൂചന. മറ്റു പാർട്ടികളിൽ നിന്ന് വരുന്ന 1/2 ഡസനോളം നേതാക്കൾക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ബി.ജെ.പി നേതാക്കൾക്കും ടിക്കറ്റ് ലഭിച്ചേക്കും. അതേസമയം മുഖ്യമന്ത്രി നയാബ് സൈനി ഇക്കുറി ലഡ്വാ മണ്ഡലത്തിൽ നിന്നാകും മത്സരിക്കുകയെന്ന് ബി.ജെ.പി നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കർണാലിൽ നിന്നുള്ള എം.എൽ.എയാണ് സൈനി. അതിനിടെ കോൺഗ്രസിലും സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഇന്നത്തോടെ തന്നെ ആദ്യ പട്ടിക പുറത്തുവിടാനുള്ള തയ്യാറെടുപ്പിലാണ് നേതൃത്വം. 25 പേരുടെ പട്ടികയായിരിക്കും പുറത്തുവിടുക. സിറ്റിംഗ് എം.പിമാർക്ക് സീറ്റ് നൽകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരുന്നു. അതേസമയം വരാനിരിക്കുന്ന ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 60 മുതൽ 70 വരെ സീറ്റുകളിൽ ബി.ജെ.പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. പാർട്ടിയുമായി അടുത്ത വൃത്തങ്ങളാണ് ഇക്കാര്യം അറിയിച്ചത്. ബി.ജെ.പിയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം വരെ ചേർന്നിരുന്നു. ഇതിലാണ് സീറ്റുകളെ കുറിച്ചുള്ള കാര്യത്തിൽ ഏകദേശ ധാരണയായത്. ഒറ്റയ്ക്ക് തന്നെയാകും പാർട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടുകയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു.